കാരണം എന്താ ഒരു ഞാൻ ചെയ്യാത്ത ടൈപ്പ് ഒരു റോളാണ്. പിന്നെ ഈ കണ്ടന്റും ആൾക്കാരുടെ ഉള്ളിൽ ഒരു എന്തെങ്കിലും ഒരു തരത്തിലൊരു ഇമോഷണൽ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവം തന്നെ. അപ്പം ഇഷ്ടപ്പെടുന്ന അല്ല, ഞാൻ താത്വിക അവലോകനത്തിൽ ജസ്റ്റ് കുറച്ചായിട്ടുള്ളൂ. ഇതൊരു ത്രൂ ഔട്ട് പോലീസ് വേഷമാണ്. പക്ഷേ മറ്റേ എയർ ക്യാമ്പിലെ പോലീസ് ഓഫീസറായിട്ടാണ്. അങ്ങനെയാണ്. എന്നാലും എല്ലാവരും കണ്ടിട്ട് കൊള്ളാം, നല്ല പടം. ഞാൻ ഇതിൻ്റെ അകത്തൊരു വേഷം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. നല്ല ക്ലൈമാക്സ് ഒക്കെ നന്നായിട്ടുണ്ട്. കണ്ടപ്പോൾ എന്ത് തോന്നി? ക്യാരക്ടറിനെ ബേസ് ചെയ്താലും സിനിമ മൊത്തത്തിൽ എങ്ങനെ തോന്നി? ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്. നല്ല മൂവിയാണ്. നല്ല ക്ലൈമാക്സ് കിഡിലായിട്ടുണ്ട്. താങ്ക് യു. നല്ല മെസ്സേജ് ഉള്ള മൂവിയാണ്. ഓക്കെ, ഈ താഴെത്തട്ടിലുള്ള പോലീസുകാരുടെ മാനസികാവസ്ഥ, ഈ ക്രിമിനലിനെ കിട്ടിയിട്ട് അവർ രക്ഷപ്പെടുന്ന രീതി വരുമ്പോൾ അവരതിനെ റിയാക്ട് ചെയ്യുന്ന ഒരു ഇതാണ്. ജസ്റ്റിസ് ഡിലേഡ് ഒരു ഇഷ്യൂ ആണല്ലോ, അത് ജസ്റ്റിസ് റിസർവ് ചെയ്യാം. ഗുഡ് മൂവി. കോൺസെപ്റ്റ് നല്ല രീതിയിൽ വന്നിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി. അതായത് ഒരു പോലീസുകാരുടെ മാനസികാവസ്ഥ. ഓക്കെ, അതായത് ഈ ക്രിമിനൽസ് കൂടെ കൊണ്ടുപോകുമ്പോൾ അവർ റിയൽ ക്രിമിനൽസ് ആണ്, പക്ഷേ ലോ ചിലപ്പോൾ പഴുതുകൾ ഉള്ളതുകൊണ്ട് അവർ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. അത് ഒരു സിനിമയെ പറ്റി പറയാനാണോ? ഞാൻ ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്തതാണ്. തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ നമുക്ക് പോലീസിലും എല്ലാത്തിലും നമുക്ക് നിയമത്തിലും എല്ലാം വിശ്വാസം ഉണ്ടെങ്കിലും ആക്ച്വലി ഇങ്ങനൊരു വിധിയാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. കാര്യം നമുക്ക് കുറ്റവാളികളെന്ന് അറിയാം, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നാൽ അവർ രക്ഷപ്പെടുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇതാണ് പ്രേക്ഷകർ എന്നുള്ളതല്ല, നമ്മൾ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ്. അത് ഈ സിനിമയിൽ കൂടെ കാണുമ്പോൾ നല്ലൊരു മെസ്സേജ് തന്നെയാണ്. അത് ഇനി ആരെങ്കിലും ചെയ്യരുത് എന്നുള്ളത്. വെച്ചാൽ പോലീസുകാർ പോലും മനുഷ്യരാണ്, അവർക്കും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ തന്നെയാണ് നിയമം നടപ്പിലാക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും നടക്കാൻ പറ്റാത്തൊരവസ്ഥ. ഈ സിനിമയുടെ ഭാഗമാകാൻ എനിക്കും പറ്റിയല്ലോ, എനിക്കും സന്തോഷം. ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ മൂവിയാണോ ഇത്? ഫാമിലി തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന മൂവിയാണ്. കാര്യം കുട്ടികളും എല്ലാവരും മനസ്സിലാക്കണം, ഒരു തെറ്റും നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യരുത്, അല്ലെങ്കിൽ നമ്മള് നല്ലവരായിട്ട് സമൂഹത്തിൽ നല്ല കുട്ടികളാവണോ അല്ലെങ്കിൽ എന്നൊക്കെ പറയാനും നമുക്ക് പറഞ്ഞു കൊടുക്കാനും ഉള്ളൊരു മൂവി തന്നെയാണ്. തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് തന്നെ കാണണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എന്നുവെച്ചാൽ പോലീസുകാരുടെ ഉള്ളിലും അവരുടെ ഉള്ളിലും ശരിക്കും നല്ല ഹൃദയമുള്ളവരുണ്ട് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവല്ലേ. നമ്മള് നിയമം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നെങ്കിലും ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെ ഒരു വിധിയാണ് നടക്കുന്നത്. ഇങ്ങനെ നടക്കണം എന്നുള്ളതാണ്. നമ്മൾ പറയും ഗൾഫിലുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ടെന്നൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞാലും നമുക്കൊരിക്കലും അത് നടത്താൻ പറ്റുന്നില്ല, പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മളിവിടെ കണ്ടത്. കോൺസെപ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാമൂഹിക അന്തരീക്ഷത്തില് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സിനിമയാണ്. എല്ലാരും കണ്ട് വിജയിപ്പിക്കണം. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ശരി, പക്ക ഇൻവെസ്റ്റിഗേഷൻ ആണ്, ഒരു ത്രില്ലറാണ്, ഒരു ഫാമിലി എല്ലാരും ഓഡിയൻസ് കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. സ്റ്റോറി ഉണ്ട്, നല്ല സ്റ്റോറിയാണ്. ആക്ടേഴ്സിന്റെ അഭിനയമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുടുംബങ്ങളാണ്, കൊള്ളാം. പലയിടത്തും നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അത് സിനിമയിൽ കൂടെ കാണുമ്പോൾ ആൾക്ക് കുറച്ചുകൂടെ ഇതുണ്ടാവും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കഥയും കൊള്ളായിരുന്നു. എല്ലാം നന്നായിരുന്നു, എല്ലാമേ നന്നായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഫാമിലിയെ കാണാൻ പറ്റിയ നല്ലൊരു മൂവി തന്നെയാണ്. ഇത് വൃത്തികേടൊന്നുമില്ല, പക്ഷെ ഇത് കഥയുള്ളതാണ്, നല്ലതാണ്. ശരി, ശരി. നല്ല സിനിമയായിരുന്നു. കുടുംബസമേതം കാണാൻ കൊള്ളാം. നമുക്ക് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇങ്ങനെയുള്ള കാപാലിയന്മാരെയൊക്കെ തീർക്കണമെന്ന്. അതൊക്കെ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. സംവിധാനം കൊള്ളാം, എല്ലാം വളരെ നല്ല പടമാണ്.